എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബീട്രൂട്ട് തോരൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അരിഞ്ഞെടുക്കാനുള്ള പ്രയാസം കാരണം എല്ലാവരും ഇതിനെ വിഴുക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, വിഴുക്കായിട്ടാണ് എന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു എളുപ്പം കണ്ടെത്തിയതോടുകൂടി ഞാനും അത് മാറ്റി. ബീട്രൂട്ട് വലുതായതിനാൽ അതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു സവാളയും ഒരു പച്ചമുളകും. ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കരുത്, ചതച്ചെടുക്കണം. അരയേണ്ട ആവശ്യമില്ല, ചതഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ബീട്രൂട്ടിൽ തന്നെ നല്ല നീരുള്ളതാണ്, അതുകൊണ്ട് വെള്ളം ഒന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതതിൻ്റെ വെള്ളമാണ്. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങയും ജീരകവും കരിവേപ്പിലയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് അരച്ചെടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നല്ലതുപോലെ അതിൻ്റെ നീരെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അരപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേണം ഇളക്കിയെടുക്കാൻ. അരപ്പിട്ട് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഇത് നല്ലതുപോലെ എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് തോരനായി കഴിഞ്ഞു. വളരെ സിമ്പിളായി എല്ലാവർക്കും ഇതുണ്ടാക്കിയെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇതൊരു നല്ല ഐറ്റമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.